സാങ്കേതിക തകരാർ മൂലം അതിവേഗ ട്രെയിൻ വന്ദേ ഭാരതിലെ യാത്രക്കാർ ട്രാക്കിൽ കിടന്നത് 3 മണിക്കൂറോളം. ഇലക്ട്രോണിക് തകരാർ എന്നാണ് റെയിൽവേയുടെ ഔദ്യോഗിക വിശദീകരണം. വന്ദേ ഭാരത് പണിമുടക്കിയത് മൂലം മറ്റ് ട്രെയിനുകളും വൈകി. വൈകിട്ട് 5:50 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടർന്ന വന്ദേ ഭാരത് 5 മിനിറ്റിന് മുൻപേ നിശ്ചലമായി. സാങ്കേതിക കാരണമെന്നും ഉടൻ പുറപ്പെടുമെന്നും യാത്രക്കാർക്ക് മുന്നറിയിപ്പ്. പിന്നെ അനന്തമായ കാത്തിരിപ്പ്. ട്രെയിനിന്റെ വാതിലുകൾ പോലും തുറക്കാനാകാതെ യാത്രക്കാർ പ്രതിസന്ധിയിലായി. ഞാൻ ആദ്യമായിട്ട് ഒരു യാത്ര ഇതിൽ കയറിയതാ. പക്ഷെ അത് 100% വന്ദേ ഭാരത് യാത്ര ഫെയിലായെന്നാണ് ബോധ്യപ്പെട്ടത്. ഞാൻ കണ്ടുവരുന്ന കാര്യം ഞാൻ എറണാകുളത്തേക്കാണ്. പെട്ടെന്ന് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്ദേ ഭാരതിൽ കയറിയത്. ഇവിടെ ഏകദേശം 3-3.5 മണിക്കൂറോളായി നമ്മളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയാണ്. 7:30 വന്ദേ ഭാരത് മറ്റൊരു എഞ്ചിൻ എത്തിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീക്കി. അവിടെയും മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. 3 മണിക്കൂറായി. എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു? എറണാകുളം പോകണം. വ്യക്തമായ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നുമില്ല. ലാസ്റ്റ് ഇൻ്റർസിറ്റിയിൽ നിന്ന് ഓടി അവിടേക്ക് പോയി. അവിടെ നോക്കുമ്പോൾ കാല് കുത്താൻ സ്ഥലമില്ല, അത്രയും ടൈറ്റാണ് ഇൻ്റർസിറ്റി. അപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് വീണ്ടും ഇത് പോകുന്നുണ്ടെന്ന്. തിരിച്ചിവിടെ വന്നു. ഒടുവിൽ 8:45 ട്രെയിൻ തിരുവനന്തപുരത്തേക്ക്. 700 യാത്രക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങിയത് മറ്റു ട്രെയിനുകളെയും ബാധിച്ചു. എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസും ഷൊർണൂർ സ്പെഷ്യൽ മെമുവും കണ്ണൂർ എക്സിക്യൂട്ടീവും മണിക്കൂറുകളോളം പിടിച്ചിട്ടു. സംഭവത്തിൽ റെയിൽവേ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. 24 പാലക്കാട്.